ഞാൻ Mubashir CP കഴിഞ്ഞ +1 പബ്ലിക് എക്സാമിൽ 520 മാർക്ക് കിട്ടിയിട്ടുള്ള 28 സ്റ്റുഡൻസിൽ ഒരാളാണ്. ഞാൻ എക്സാം വിന്നറിൻ്റെ വീഡിയോസ് ഫോളോ ചെയ്തിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ +1 പബ്ലിക് എക്സാം പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് ഫോക്കസ് ഏരിയ വന്നപ്പോഴാണ്. ഫോക്കസ് ഏരിയ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണിലാണ് പഠിക്കാൻ തുടങ്ങുന്നത്. ജൂണിൽ പഠിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് തൊട്ട് പഠിക്കാൻ തുടങ്ങുന്നതിന് അപ്പോഴാണ്. അതായത് ആ ടൈമിൽ എനിക്ക് ചാപ്റ്റേഴ്സിൻ്റെ പേര് പോലും അറിയില്ല. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിലെടുക്കുന്ന ക്ലാസ്സസൊന്നും തിരിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിൽ കയറാറില്ല. പെട്ടെന്നായിരുന്നു ഫോക്കസ് ഏരിയ വന്നത്. ഫോക്കസ് ഏരിയ വന്നപ്പോൾ ഒന്ന് ഞെട്ടി, ഇനി പഠിക്കണം എന്നൊക്കെ തോന്നി. ഈ ഒരു ഫോക്കസ് ഏരിയ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പഠിക്കാനായിട്ട് നോട്ടില്ല, അതുപോലെ തന്നെ ഒന്നും അറിയാത്ത ഒരു ചാപ്റ്ററിൻ്റെ നെയിമോ ചാപ്റ്ററിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ലാത്ത ടൈമിലാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം പഠിക്കാൻ തീരുമാനിച്ചത് നമ്മൾ 10th ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പോൾ 10th കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇപ്പോൾ ക്ലാസ് മിസ്സായാലും ടെക്സ്റ്റ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും, ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ വിചാരിച്ച് പറ്റുന്ന കാര്യമാണ്. +1 ഒക്കെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇനിയും ടൈമുണ്ട്, 3 മാസം കൊണ്ട് വിചാരിച്ചാൽ പറ്റും. അപ്പോൾ ആദ്യത്തെ ആ ഒരു 1 മന്തിൽ ടെക്സ്റ്റ് നോക്കി പഠിക്കാനൊക്കെ ശ്രമിച്ചു. അത് ആദ്യം തന്നെ ടെക്സ്റ്റ് നോക്കി പഠിക്കാൻ ശ്രമിച്ചു. +1 ടെക്സ്റ്റൊക്കെ എടുത്തിട്ട് വായിക്കാൻ നോക്കി. അപ്പോൾ മനസ്സിലായി ടെക്സ്റ്റ് നോക്കിയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഞാൻ PDF ഇറങ്ങി. ഒരുപാട് PDF ഒക്കെ ഡൗൺലോഡ് ആക്കിയിട്ട് PDF നോക്കി പഠിക്കാൻ തുടങ്ങി, ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ജൂൺ മാസം അങ്ങനെ കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ ബയോളജിക്ക് പ്രശ്നമില്ല, ബയോളജിയൊക്കെ ചെറുതായിട്ടൊക്കെ തിരിയുന്നുണ്ട്. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എന്താ പറയുക, ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അത് ഫിസിക്സൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ 10th വരെ പഠിച്ച പോലെയല്ല 11th പഠിക്കേണ്ടത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. അപ്പോൾ എന്നാലേ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ 10th വരെ പഠിച്ച പോലെയല്ല ഇവിടെ +1 എത്തിയപ്പോൾ ഫിസിക്സൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങുന്നത്. യൂട്യൂബിൽ ഇറങ്ങിയിട്ട് ക്ലാസ്സസ് കാണാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിട്ട് ഓരോ ക്ലാസ്സസായിട്ട് ഇങ്ങനെ തപ്പി നടക്കുന്നു. അങ്ങനെ ഒരു ജൂലൈ 2nd വീക്കൊക്കെ ആകുമ്പോഴാണ് എക്സാമിൻ്റെ ക്ലാസ് കാണുന്നത്. എക്സാമിൻ്റെ ക്ലാസ് കണ്ടപ്പം അന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് എല്ലാ ക്ലാസ്സസും ഫോളോ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ യൂട്യൂബിലെ ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും യോധ ബാച്ചിൻ്റെ സൂമിലെ ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും കണ്ട് എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്ത് തുടങ്ങി. പിന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കാണുന്ന സമയത്ത് ഒരു ലെക്ചർ നോട്ട് എഴുതിയെടുക്കും. പിന്നെ വേറൊരു PDF തുറന്ന് വെച്ചിട്ട് ഈ ലെക്ചർ നോട്ടും വെച്ചിട്ട് ആ ചാപ്റ്റർ പഠിക്കും. എന്നിട്ട് ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് നോട്ട് എഴുതും. പിന്നീട് റിവിഷൻ്റെ ടൈമിലൊക്കെ ആ ഷോർട്ട് നോട്ട് മാത്രം വായിക്കുക. റിവിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് റിവിഷൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതായത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ റിവിഷൻ ചെയ്യില്ല. 10th വരെ അങ്ങനെയായിരുന്നു. പഠിക്കാൻ മാത്രമേ മൂടുണ്ടാവൂ, റിവിഷൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് എല്ലാ ടൈമിലും റിവിഷൻ അടക്കം ഞാൻ എക്സാം വിന്നറിൻ്റെ ലൈവ് ക്ലാസ്സസ് ഫോളോ ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മാരത്തണൊക്കെ നടത്തുക, പിന്നെയും മെൻറ്റി ക്വിസൊക്കെ നടത്തുക. മെൻറ്റി ക്വിസൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഇന്നൊരു മെൻറ്റി ക്വിസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഒരു മെൻറ്റി ക്വിസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ ചാപ്റ്റർ മൊത്തം പഠിച്ചു തീർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻറ്റി ക്വിസൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ സൺഡേ മാരത്തോൺ രാവിലെ മുതൽ രാത്രി വരെ ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിലും ഡാറ്റ കഴിയുന്നത് വരെ ഞാൻ ലൈവിലുണ്ടാവും. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ റിവിഷൻ അടക്കം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ +1 പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റ് ടൈമിലേക്ക് വെച്ചിട്ട് എല്ലാം കൂടി പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഡെയിലി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഡെയിലി 6 hours 7 hours പഠിക്കണമെന്നൊന്നും പറയില്ല. ജസ്റ്റ് 3 hours ഒക്കെ ഇനഫാണ്. 3 hours 2 hours ഒക്കെ മതി. പക്ഷേ ആ 2 hours ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. താങ്ക് യു.